ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സ്വഭാവ ഗുണമല്ല. മറിച്ച് അത് നിങ്ങൾ ഓരോ നിമിഷവും എടുക്കുന്ന ഒരു തീരുമാനമാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്നല്ല. മറിച്ച് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ ഇതുവരെ പൂർണ്ണമായും തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ്. ഓരോ കാര്യത്തിലും മടിച്ചു നിൽക്കുന്ന, സ്വയം സംശയിക്കുന്ന, അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ രൂപം ഒരിക്കലും സ്ഥിരമായ ഒന്നല്ല. അത് വർഷങ്ങളായി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ശീലിച്ചു പോന്ന ഒരു രീതി മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ശീലങ്ങൾ, സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തിപരമായി തോന്നാമെങ്കിലും ഇതിൽ ഭൂരിഭാഗവും രൂപപ്പെട്ടത് നിങ്ങൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നാണ്. കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും നിങ്ങൾ വളർന്ന സാഹചര്യങ്ങളും സംസ്കാരവുമൊക്കെ നിങ്ങളെ പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പലരും പല രീതിയിൽ നിങ്ങളെ മുദ്ര കുത്തിയിട്ടുണ്ടാകാം. ഒരേ ചിന്തകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതൊക്കെ വലിയ സത്യങ്ങളാണെന്ന് വിശ്വസിച്ചു തുടങ്ങി. കാലക്രമേണ ആ ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിൽ ചില പാതകൾ വെട്ടുകയും അത് നിങ്ങളുടെ സ്ഥിരമായ വ്യക്തിത്വമായി മാറുകയും ചെയ്തു. എന്നാൽ വാസ്തവത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം എന്നത് മാറ്റാൻ പറ്റാത്ത കല്ലിൽ കൊത്തിയ ഒന്നല്ല. അത് നിരന്തരമായ ആവർത്തനത്തിലൂടെ ഉറപ്പിക്കപ്പെട്ട ഒന്നാണ്. നമ്മുടെ തലച്ചോറ് അത്ഭുതകരമായ രീതിയിൽ മാറ്റങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നാണ്. നിങ്ങൾ സ്ഥിരമായി എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ച് തലച്ചോർ സ്വയം മാറ്റിയെടുത്തുകൊണ്ടിരിക്കും. മാറ്റം പ്രയാസകരമായി തോന്നുന്നത് അത് അസാധ്യമായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന് എപ്പോഴും പരിചയമുള്ള കാര്യങ്ങളോട് പറ്റി നിൽക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. പരിചയമുള്ള കാര്യങ്ങൾ എപ്പോഴും സുരക്ഷിതമാണെന്ന് തലച്ചോർ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തിത്വത്തിൽ ഭയമോ ഇൻസെക്യൂരിറ്റിയോ ഉണ്ടെങ്കിൽ പോലും മനസ്സ് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് പരിചിതമായതുകൊണ്ടാണ്. സത്യത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം എന്നത് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കഥ മാത്രമാണ്. എനിക്ക് ആത്മവിശ്വാസമില്ല, എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് എപ്പോഴും പരാജയപ്പെടാനാണ് വിധി. ഇതൊന്നും മാറ്റാൻ കഴിയാത്ത സത്യങ്ങളല്ല, മറിച്ച് വർഷങ്ങളായി നിങ്ങൾ ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് സത്യമെന്ന് തോന്നിപ്പോകുന്ന ചില കഥകൾ മാത്രമാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഏത് കഥയും നമുക്ക് മാറ്റിയെഴുതാൻ സാധിക്കും എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ കരുത്തുറ്റ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ മാറ്റത്തിനുള്ള പ്രധാന വഴി എന്താണെന്ന് നോക്കാം. ഇതിനെ നമുക്ക് ഒരു ഐഡന്റിറ്റി റീസെറ്റ് എന്ന് വിളിക്കാം. അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ പഴയ രൂപം നിലവിലില്ല എന്ന് ഉറപ്പിച്ചു കരുതുക. സംശയങ്ങളും ഭയവുമുള്ള ആ പഴയ മനുഷ്യൻ എന്നേക്കുമായി വിടവാങ്ങി എന്ന് വിശ്വസിക്കുക. ആ പഴയ രൂപത്തെ നന്നാക്കാൻ നോക്കാതെ അതിനെ പൂർണ്ണമായും മാറ്റി പകരം പുതിയൊരു വ്യക്തിയായി മാറുക. ഈ 24 മണിക്കൂറിനിടയിൽ പഴയ സ്വഭാവത്തിലുള്ള ഒരു സംസാരവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. എനിക്ക് സമ്മർദ്ദമുണ്ടാകുമ്പോൾ, കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല എന്ന് മനസ്സ് പറയുമ്പോൾ ഉടൻ തന്നെ അതിനെ തിരുത്തി ഞാൻ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ഉറപ്പിച്ചു പറയുക. ഞാൻ പണ്ടേ ഇങ്ങനെയാണ് എന്ന് തോന്നുമ്പോൾ അതൊക്കെ പഴയ ഞാനായിരുന്നു, ഇപ്പോൾ ഞാൻ തികച്ചും വ്യത്യസ്തനായ ഒരാളാണ് എന്ന് മറുപടി നൽകുക. ആദ്യമൊക്കെ ഇത് വെറും അഭിനയമായി തോന്നും. മനസ്സ് ഇതിനെ ശക്തമായി എതിർക്കും. പക്ഷേ ആ എതിർപ്പ് സ്വാഭാവികമാണ്. നിങ്ങളുടെ പഴയ ശീലങ്ങൾ മരിക്കാൻ വിസമ്മതിക്കുന്നതാണ് ആ സംഘർഷം. പക്ഷേ ആ പഴയ ശീലങ്ങളെ നിങ്ങൾ ആവർത്തിച്ച് തടഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സ് പതുക്കെ പഴയ വ്യക്തിത്വത്തിലുള്ള അതിൻ്റെ പിടുത്തം വിടും. പഴയ കഥകൾ ഇല്ലാതായാൽ പിന്നെ അവിടെ പുതിയൊരു വ്യക്തിത്വം പ്രതിഷ്ഠിക്കണം. ആത്മവിശ്വാസമുള്ള ഒരാളാകാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. പകരം നിങ്ങൾ ഇപ്പോൾ തന്നെ ആത്മവിശ്വാസമുള്ള ഒരാളാണെന്ന രീതിയിൽ പെരുമാറുകയാണ് വേണ്ടത്. സംസാരിക്കുമ്പോൾ വ്യക്തമായും ഉറച്ച ശബ്ദത്തിലും സംസാരിക്കുക. അനാവശ്യമായി ക്ഷമ ചോദിക്കാതെ ധീരമായ തീരുമാനങ്ങൾ എടുക്കുക. പേടി വന്ന് നിങ്ങളെ തളർത്തുന്നതിന് മുൻപേ പ്രവർത്തിച്ചു തുടങ്ങുക.
മനസ്സ് മാറാൻ വേണ്ടി കാത്തിരിക്കാതെ ആദ്യം പ്രവർത്തിക്കുക. പ്രവർത്തികൾക്ക് പിന്നാലെ മനസ്സ് തനിയെ വന്നുകൊള്ളും. പുതിയ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തലച്ചോറ് അത് യാഥാർത്ഥ്യമായി സ്വീകരിക്കാൻ തുടങ്ങും. ഈ മാറ്റം സ്ഥിരമായി നിലനിൽക്കാൻ നിങ്ങളുടെ സാഹചര്യങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളെ പഴയ രൂപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക. നിങ്ങളുടെ മുറിയും പരിസരവും ക്രമീകരിക്കുക. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സ്വാധീനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ശീലങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പുതിയ രൂപത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. പുതിയ വ്യക്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായ ഉറപ്പോടെ സംസാരിക്കുക. നിങ്ങളുടെ അബോധ മനസ്സ് എപ്പോഴും ആവർത്തനങ്ങളെയും ദൃഢനിശ്ചയത്തെയുമാണ് വിശ്വസിക്കുന്നത്. കുറച്ചു ദിവസത്തേക്ക് നിങ്ങൾ പുതിയൊരു മനുഷ്യനാണെന്ന ബോധത്തോടെ തന്നെ ജീവിക്കുക. ആദ്യമൊക്കെ അസ്വസ്ഥത തോന്നുമെങ്കിലും നിരന്തരമായ ആവർത്തനത്തിലൂടെ അത് നിങ്ങളുടെ സ്വാഭാവികമായ സ്വഭാവമായി മാറും. നിങ്ങൾ ഈ പ്രക്രിയയിൽ ഉറച്ചു നിന്നാൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ചിന്തകൾ പതുക്കെ മാറാൻ തുടങ്ങും. പഴയ സംശയങ്ങൾ വളരെ അകലെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ഊർജത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റം കണ്ട് മറ്റുള്ളവരും നിങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിച്ചിരുന്ന പല പരിമിതികളും വെറും അടിച്ചേൽപ്പിക്കപ്പെട്ടവ മാത്രമായിരുന്നു എന്ന് നിങ്ങൾ അപ്പോൾ തിരിച്ചറിയും. വ്യക്തിത്വം എന്നത് ഫ്ലെക്സിബിൾ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒഴിവു കഴിവുകൾ പറയാൻ കഴിയില്ല. ഇത്രയും കാലം നിങ്ങൾ സ്വയം കൽപ്പിച്ച പല പരിമിതികളും നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നാം. എന്നാൽ ആ അസ്വസ്ഥത വളർച്ചയുടെ അടയാളമാണ്. പഴയ കൂടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റമാണത്. അവസാനം തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഒന്നുകിൽ ഭയവും സാഹചര്യങ്ങളും ചേർന്ന് നിർമ്മിച്ച ആ പഴയ വ്യക്തിത്വത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം, അല്ലെങ്കിൽ ബോധപൂർവം പുതിയൊരു വ്യക്തിത്വം തിരഞ്ഞെടുത്ത് ഇന്നു മുതൽ ആത്മവിശ്വാസത്തോടെ ജീവിച്ചു തുടങ്ങാം. മിക്ക ആളുകളും മാറ്റത്തെ പേടിച്ച് മടിച്ചു നിൽക്കും. എന്നാൽ വ്യക്തിത്വം എന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾ ആത്മവിശ്വാസത്തിനായി കാത്തിരിക്കുന്നത് നിർത്തും. പകരം അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിച്ചു തുടങ്ങും.